ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് നിങ്ങളുടെ എനർജിയും നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഭാഗ്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്നൊക്കെയുള്ളത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്കും ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻസ് എല്ലാം തന്നെ, അത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കരിയർ ബേസ് ചെയ്തുകൊണ്ടായിക്കോട്ടെ, മനസ്സിലേക്ക് കൊണ്ടുവരിക. നെഗറ്റീവ് തോട്ട്സിനെ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ എനർജി എന്താണ്, സിറ്റുവേഷൻസ് എന്താണെന്നുള്ളത് നോക്കാം. അബണ്ടൻസ് ആണ് ആദ്യം തന്നെ വന്നിട്ടുള്ള കാർഡ്. അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്ക് ഇൻറ്റൻസിറ്റി ആണ്. ഒറാക്കിൾ കാർഡ്സും കൂടി കുറച്ചെടുത്ത് നോക്കാം. നിങ്ങളുടെ സിറ്റുവേഷൻസ് ആൻഡ് എനർജി, വിസ്ഡം, memories of love, obstacles and challenge. Bottom of the deck, suffering in silence ആണ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ എനർജി നോക്കുന്ന സമയത്ത് മെയിൻലി ഇവിടെ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ രണ്ട് തരത്തിൽ കാർഡ്സ് വന്നിട്ടുണ്ട്. ഒന്നെന്ന് വെച്ചാൽ നിങ്ങൾ കരിയർ ബേസിൽ ഓക്കെ ആയിട്ടുള്ള വ്യക്തികളാണ് ഈ റീഡിംഗ് കാണുന്നതെങ്കിൽ, അതായത് അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ മെയിനായിട്ടും പ്രശ്നമായിട്ട് നിൽക്കുന്നത് റിലേഷൻഷിപ്പ് ബേസ് ചെയ്തുകൊണ്ടുള്ള തോട്ട്സ് ആണെന്ന് കാണുന്നുണ്ട്. ബിക്കോസ് ഇവിടെ മെമ്മറീസ് ഓഫ് ലവ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്കിവിടെ ഒരുപാട് ചാലഞ്ചുകൾ നേരിടേണ്ടി വരുന്നു. ലൈഫിൽ നിങ്ങൾ ലൈഫിനോട് തന്നെ പൊരുതേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അതായത് പ്രൊജക്ഷൻ എന്നൊരു കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മേ ബി നിങ്ങളുടെ സിറ്റുവേഷൻസ് എല്ലാം തന്നെ നിങ്ങളെ ബാധിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടാകാം. ഓക്കെ, അതായത് ഇപ്പം നിങ്ങൾ നല്ലൊരു ജോലിയുള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ജോലി ഇല്ലെങ്കിലും നല്ല രീതിക്ക് ജീവിക്കുന്ന ഒരാളായിരിക്കാം. പക്ഷേ ഈ റിലേഷൻഷിപ്പ് ബേസ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പം ഒരു നിങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം, ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും അത് കടന്നു വന്നതിന് ശേഷം നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ലൈഫിൽ തോൽവികൾ സംഭവിക്കുന്നു. നിങ്ങൾക്കൊന്നിലും ഒരു കോൺസെൻട്രേറ്റഡ് ആകാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കിട്ടാത്തൊരവസ്ഥയാണ് ഇവിടെ മെയിനായിട്ടും കാണിക്കുന്ന ഒരു പ്രോബ്ലമായിട്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സമയം, ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ആക്ഷൻ എടുക്കാനുള്ള ഒരു സമയമാണ്. നിങ്ങളൊരു ഡിസിഷൻ എന്തായാലും എടുത്തേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഭാഗ്യം നിങ്ങളുടെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ജോലിയൊന്നും കിട്ടാതെ കഷ്ടപ്പെടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്തിനൊക്കെ വേണ്ടിയിട്ട് കൊടുത്തിട്ട് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടാതെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ അതിനൊരു റിസൾട്ടൊന്നും കിട്ടുന്നില്ല, കുറേ ഡേയ്സായിട്ട് നിങ്ങൾ ഇതിൻ്റെ പുറകാലെ ഇങ്ങനെ നടക്കുകയാണ് എന്നൊക്കെയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളിപ്പം നിൽക്കുന്ന ഒരു ജോലിയിൽ നിങ്ങൾ അത്രയും കംഫർട്ടല്ല, നിങ്ങൾക്കിത് വേണ്ടാന്ന് തോന്നുന്നുണ്ട്, ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. വേറെ ഓപ്ഷൻസ് വരികയാണെങ്കിൽ ഇതിൽ തന്നെ നിൽക്കണോ അല്ലെങ്കിൽ അത് സെലക്ട് ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേജൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പം എന്തായാലും ഒരു ആക്ഷൻ എടുക്കേണ്ട സമയമാണ്. നിങ്ങളത് എടുത്തേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ആൻസർ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നിങ്ങളത് നിങ്ങളോട് തന്നെ ചോദിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും നിങ്ങൾക്കിവിടെ ചാലഞ്ചുകൾ നിങ്ങളിപ്പോഴൊരു സിറ്റുവേഷനിൽ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാകും എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് ഇപ്പം നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നല്ല രീതിക്ക് അറിയാം. റിലേഷൻഷിപ്പ് ബേസ് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ ജോലി ഭാരം കൊണ്ടും സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ മുന്നിലേക്കുള്ളത് നിങ്ങൾക്ക് അബണ്ടൻസ് ആണ്.
ഓക്കെ, നിങ്ങൾക്ക് ഭാഗ്യമാണ് നിങ്ങളുടെ മുന്നിലേക്കുള്ളത്. പക്ഷെ നിങ്ങൾ ഇത് മനസ്സിലാക്കാൻ ടൈം എടുക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു ഒബ്സ്റ്റക്കിൾസ് അല്ലെങ്കിൽ ഈ ഒരു ചാലഞ്ച് നിങ്ങൾ നേരിടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. ഈ സിറ്റുവേഷൻസ് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ചാൽ മതി, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നൊക്കെയുള്ള തോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാകും. മനസ്സിലാക്കുക, മെയിൻലി ഇവിടെ മനസ്സിലാക്കുക, നിങ്ങൾക്ക് അബൻഡൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, വിസ്ഡമാണ് നമുക്ക് ഒറാക്കിൾ കാർഡ്സിൽ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത്. ഓക്കെ, സോ നിങ്ങളിത് ഈ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ ഇവിടെ ഞാൻ പറഞ്ഞു റിലേഷൻഷിപ്പ് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഉള്ളിൽ തന്നെ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഷാഡോ പോലെയൊക്കെ കിടക്കുകയാണ്, നിങ്ങൾക്കിതിനെ റിലീസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ ഇതിനെ കളയേണ്ടത് അത്യാവശ്യമാണ്. ഇതിനൊക്കെ എടുത്ത് കളയുക. അതായത് നിങ്ങളുടെ ലൈഫിൽ വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. സോ നിങ്ങളിങ്ങനെ വെറുതെ ഇരുന്നിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ സഫറിങ് ഇൻ സൈലൻസ് ആണ് ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ജോലി ചെയ്യുന്നുണ്ടാകാം, നിങ്ങൾ വർക്കിന് പോകുന്നുണ്ടാകാം, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം, പക്ഷെ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ, ബാലൻസ് ഇല്ലായ്മ നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു അങ്ങനെ ഒരു ഫീലിംഗ് നിങ്ങൾക്കുണ്ട്. സോ ഒരു സ്ട്രെങ്ത് നിങ്ങൾ എന്തായാലും കൊണ്ടുവരണം. ഓക്കെ, നിങ്ങൾ അങ്ങനെയൊന്നും ഇരുന്നിട്ട് കാര്യമില്ല. നിങ്ങളുടെ ലൈഫിൽ ചതിക്കുന്ന ആളുകൾ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അവരെ നിങ്ങൾ റിമൂവ് ചെയ്ത് കളയൂ. അതായത് അവരെ വെറുപ്പിച്ച് മാറിക്കളയാനോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഓപ്പണായിട്ട് സംസാരിച്ചത് മുഖത്ത് നോക്കി പറയാനൊന്നും അല്ല പറയുന്നത്. അങ്ങനെയുള്ള ആളുകളിൽ നിന്നും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളേതായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ സെറ്റ് ചെയ്യുക. ഓക്കെ, അതായത് അവരുടെ കാര്യങ്ങളിൽ ഓവറായിട്ട് ഇടപെടാനോ അല്ലെങ്കിൽ അവർ പറയുന്നത് ഒരുപാട് നേരം കേട്ടിരിക്കാനൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ട്, നിങ്ങളത് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോഴൊരു ഡിസിഷൻ പൂർണ്ണമായിട്ടും ഒന്നിൽ തന്നെ നിങ്ങൾ നിൽക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ ഇവിടെ കാണിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളിൽ ചില ആളുകളുണ്ട് നിങ്ങളടുത്ത് വന്നിട്ട് വളരെ പോസിറ്റീവായിട്ട് സംസാരിച്ചിട്ട് ദെൻ അത് അവരുടെ മനസ്സിലുള്ളത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ നിങ്ങളടുത്ത് സംസാരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടായിരിക്കും. നിങ്ങളത് തലയാട്ടി കേൾക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ തേടുകയൊക്കെ ചെയ്യും. കാരണം ഈ പേഴ്സൺ നല്ലതാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യും. മേ ബി അത് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ഒക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ പേഴ്സൺസ് ഒന്നും പുറത്ത് കാണിക്കുന്ന ഒരു മുഖമൊന്നുമല്ല. നിങ്ങൾക്കറിയാലോ അങ്ങനെയുള്ള ആളുകളെ. അപ്പോൾ പുറത്ത് കാണിക്കുന്ന ഒരു മുഖമൊന്നുമല്ല ഈ ഒരു വ്യക്തിയുടെ റിയൽ എന്ന് പറയുന്നത്. സോ നിങ്ങൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ എന്താ പറയുക, അറ്റ്ലീസ്റ്റ് നിങ്ങൾ കുറച്ചൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. കാരണം നിങ്ങളിലേക്ക് വരുന്ന നല്ല എനർജീസിനെ ഇങ്ങനെയുള്ള ആളുകൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് അവരുടെ സങ്കടങ്ങൾ അല്ലെങ്കിൽ അവരുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഈ പരദൂഷണം പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളടുത്ത് വന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. നിങ്ങളിത് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള എനർജീനെ അവരെടുക്കുകയും അവരുടെ നെഗറ്റീവായിട്ടുള്ള എനർജി നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇപ്പം ഇങ്ങനെയുള്ള ആളുകൾ സംസാരിച്ച് പോയി കഴിയുമ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഹെഡ് പെയിനോ അല്ലെങ്കിൽ ഭയങ്കര മനസ്സ് ഡിസ്റ്റർബായി പോവുക, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിലേക്ക് ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അലസത വരിക, നിങ്ങൾ വെറുതെ ഉറങ്ങാൻ തോന്നുക, നിങ്ങൾക്ക് ചെയ്യുന്നതിലൊന്നും ചെയ്യണ്ട, വെറുതെ ഇങ്ങനെ ആ ദിവസം പോക്കുക, അങ്ങനെയുള്ള എനർജിയൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെയുള്ള വ്യക്തികളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളെടുത്ത്, അതായത് പരദൂഷണം പോലത്തെ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കുക. ബിക്കോസ് ആ പേഴ്സൺ നിങ്ങളുടെ അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കുന്ന ആളുകൾ നിങ്ങളുടെ എനർജിയെ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ഗൈഡൻസും നിങ്ങളുടെ എനർജി ബേസ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് കാർഡ്സ് കുറച്ചും കൂടി ഒന്ന് എടുത്തു നോക്കാം. ഇവിടെ നിങ്ങൾക്കുള്ള ഭാഗ്യം, അതായത് നിങ്ങൾക്കുള്ളൊരു അബണ്ടൻസ് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളൊരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. പക്ഷെങ്കിൽ നിങ്ങൾക്കതിനെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങളിവിടെ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തുകൊണ്ടും അതുപോലെ പല കാര്യങ്ങളിലും സ്ട്രെസ്ഡ് ആയിട്ട് നിങ്ങൾ ഇതിനെല്ലാം ബ്ലോക്ക് ചെയ്യുന്നൊരു എനർജിയാണ് കാണുന്നത്. ഓക്കെ, അതായത് നെഗറ്റീവ് തോട്ട്സൊക്കെയാണ് കാണുന്നത്. സോ നിങ്ങളെ കഴിഞ്ഞു പോയിട്ടുള്ള പാസ്റ്റിലെ കാര്യങ്ങൾ നിങ്ങളെ ഒരുപാട് സ്റ്റക്ക്ഡ് ആക്കിയിട്ട് വെക്കുന്ന ഒരു എനർജിയാണ്. അത് എന്ത് ബേസ് ചെയ്തുകൊണ്ടും, അതായത് നിങ്ങളുടെ ഉള്ളിൽ അതൊരു ട്രോമ പോലെ അല്ലെങ്കിൽ ഒരു ഷാഡോ ലൈഫ് നിങ്ങൾ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഷാഡോ ലൈഫിനെ എടുത്ത് കളഞ്ഞാൽ തന്നെ നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വന്നു ചേരുന്നത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾ ഡെഫിനറ്റ്ലി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ സങ്കടപ്പെട്ട് ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ. ഇവിടെ ഡെത്ത് കാർഡാണ് വന്നിട്ടുള്ളത്. ഡെത്ത് എന്ന് പറഞ്ഞാൽ റീബർത്ത് ആണ്.
ഡെത്ത് കാർഡ് മീൻ ചെയ്യുന്നത് നിങ്ങളിലുള്ള ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള നെഗറ്റീവ് തോട്ട്സിനെയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിമൂവ് ചെയ്ത് കളയുക. നിങ്ങൾക്കൊരു ചേഞ്ച് ഇവിടെ അത്യാവശ്യമാണ്, നിങ്ങൾക്കൊരു റീബർത്ത് ഉണ്ടാവേണ്ടതാണ്. ഇപ്പോൾ അതിനുള്ളൊരു ബെറ്റർ ടൈമാണ്. ഓക്കെ, നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളത് പ്രോപ്പറായിട്ട് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, തെറ്റ് ചെയ്തവരടുത്ത് ഫോർഗീവ് കൊടുക്കുക എന്നൊക്കെ ഉള്ളതാണ് നിങ്ങളിവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് പറയുന്നത്. നിങ്ങൾക്കൊരു പുതിയ തുടക്കം നിങ്ങൾക്കിവിടെ ഉണ്ട്, നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ഡിസിഷൻ എടുക്കുക, ആക്ഷൻ എടുക്കുക, മുന്നോട്ട് പോവുക. ഓക്കെ, ഏസ് ഓഫ് സോർട്സ് ആണ്. നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ നിയന്ത്രിക്കാനാണ് പറയുന്നത്. നിങ്ങൾ പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം തന്നെ 5 ഓഫ് കപ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങളിൽ നിന്ന് പലരും നിങ്ങളെ വിട്ടിട്ട് അവോയ്ഡ് ചെയ്തിട്ട് പോയിട്ടുണ്ടാകാം. പല വ്യക്തികളും മേ ബി നിങ്ങളുടെ ഫാമിലിയിലുള്ള അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളെ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആലോചിച്ച് നിങ്ങളിങ്ങനെ കഴിഞ്ഞു പോയതാണ്. നിങ്ങൾ ഇതിനെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. ആ വ്യക്തികളുടെ എന്തെങ്കിലും സ്റ്റാറ്റസോ അല്ലെങ്കിൽ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ അവരുടെ കുറിച്ചിട്ട് എന്തെങ്കിലും ന്യൂസൊക്കെ അറിയുന്ന സമയത്ത് നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുള്ളായിട്ട് തോന്നുന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, സിറ്റുവേഷൻസ് എപ്പോഴും ടെമ്പററി ആണ്, അതിന് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പം പാസ്റ്റിലെ കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയുക, അത് അവിടെ തന്നെ കളയുക എന്നുള്ളതാണ്. അതിനെ തിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. നമുക്ക് അതിനെ എങ്ങനെ മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ അതിൽ നിന്നും എങ്ങനെ നമുക്ക് ചേഞ്ച് വരുത്തി നമ്മളെ തിരിച്ചെടുക്കാം എന്ന് മാത്രമേ നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളൂ. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഒരു ഡിസിഷൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ആ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുക. അതിനൊരു തീരുമാനം നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്തിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കുക എന്നുള്ളതാണ്. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു ഷാഡോ ലൈഫ്, നിങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഷാഡോ ലൈഫ് നിങ്ങൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ മെത്തേഡ്സൊക്കെ യൂസ് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങളിലേക്ക് വരുന്ന അബണ്ടൻസ് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ ജോലി ഉണ്ടെങ്കിലും ജോലി ഇല്ലെങ്കിലും നിങ്ങളെ എന്താളുകൾ നിങ്ങളുടെ ചുറ്റിനുണ്ടെങ്കിലും നിങ്ങൾ എത്ര സ്ട്രെസ്ഫുൾ ആണെങ്കിലും നിങ്ങളിലേക്ക് വരുന്ന നല്ല നല്ല ഭാഗ്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് തിരിച്ചറിയുന്നില്ല നിങ്ങളിവിടെ. സോ കണ്ണു തുറന്ന് നിങ്ങളുടെ സിറ്റുവേഷൻസ് കാണുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഈ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസ്നേറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.